ഹായ് ആൾ, വെൽക്കം ടു കോമ്പറ്റീവ് ക്രാക്കർ. ഞാൻ നിയാസ്. ഇപ്പോൾ നമ്മൾ AMVAയുടെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ തവണ നടന്നിട്ടുള്ള AMVAയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ നമ്മൾ ഓരോ സെറ്റ് ആയിട്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു ഫസ്റ്റ് സെക്ഷനിൽ നമ്മൾ ഓട്ടോമൊബൈൽ പാർട്ടിലെ ആദ്യത്തെ 10 മാർക്കിന് വന്ന ക്വസ്റ്റ്യൻസ് നമുക്കറിയാം. കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് ഓഫ് എഞ്ചിൻ പാർട്സ് ആൻഡ് റിലേറ്റഡ് സിസ്റ്റംസ് എന്നുള്ള ഭാഗമാണ് നമുക്ക് എന്ത് വരുന്നത്, ഫസ്റ്റ് വരുന്നത് അല്ലേ. കൺസ്ട്രക്ഷൻ എഞ്ചിനുമായി ബന്ധപ്പെട്ടുള്ള കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് കുറച്ച് വൈഡ് ആയിട്ടുള്ള മൊഡ്യൂളാണ്. കുറേ അധികം പറയുന്നുണ്ട്. കൂളിങ്ങിനും ഫ്യൂൽ സിസ്റ്റം, ലൂബ്രിക്കേഷൻ സിസ്റ്റം, എല്ലാ സിസ്റ്റം ഉൾപ്പെട്ടിട്ടുള്ള ഭാഗമാണ്. എഞ്ചിൻ പാർട്സുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ആ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള ഏതാനും കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ AMVAക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നവർക്ക് വേണ്ടിയിട്ട് CCയിൽ AMVAയുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് പോവാണ്. ഓരോ ക്വസ്റ്റ്യൻസ് അതോടൊപ്പം തന്നെ അതിലെന്തൊക്കെയാണ് നമുക്ക് വരുന്നത്, പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ കൂടി ഉൾപ്പെട്ടിട്ടാണ് നമ്മൾ ക്ലാസ്സിലോട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ 2 സ്ട്രോക്ക് സൈക്കിൾ എഞ്ചിൻ. ഒരു 2 സ്ട്രോക്ക് സൈക്കിൾ എഞ്ചിനാണ്. അപ്പോൾ നമ്മൾ എഞ്ചിനുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മൾ എഞ്ചിൻ്റെ ക്ലാസിഫിക്കേഷനിൽ ഒരു 2 സ്ട്രോക്ക് എഞ്ചിന്, 4 സ്ട്രോക്ക് എഞ്ചിന്, പെട്രോൾ എഞ്ചിന്, ഡീസൽ എഞ്ചിന് അല്ലേ. ഇതാണ് നമ്മൾ മെയിനായിട്ട് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്ന ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഈ ഒരു കാര്യങ്ങളാണ് പഠിക്കുന്നത്. അതിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് 2 സ്ട്രോക്ക് സൈക്കിൾ എഞ്ചിൻ. അതിൽ 2 സ്ട്രോക്ക് സൈക്കിൾ എഞ്ചിനിൽ ABCD ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ശരി എന്നുള്ളത് നോക്കുക. 1 സെക്ഷൻ വാൾവ് ആൻഡ് 1 എക്സോസ്റ്റ് വാൾവ് ഓപ്പറേറ്റഡ് ബൈ 2 ക്യാംസ്. അതോടൊപ്പം തന്നെ ബി എടുത്തില്ല ഓൺലി പോർട്ട് കവേർഡ് ആൻഡ് അൺകവേർഡ് ബൈ എ പിസ്റ്റൺ എഫക്ട് ചാർജിങ് ആൻഡ് എക്സോസ്റ്റിംഗ്. അതോടൊപ്പം തന്നെ സി കൊടുത്തുള്ളത് 1 സെക്ഷൻ വാൾവ് ആൻഡ് 1 എക്സോസ്റ്റ് വാൾവ് ഓപ്പറേറ്റഡ് ബൈ 1 ക്യാം. ഓപ്ഷൻ ഡി കൊടുത്തുള്ളത് നൺ ഓഫ് ദി അബോവ്. എന്താണെന്നുള്ളത് ഒരു 2 സ്ട്രോക്ക് സൈക്കിൾ എഞ്ചിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഫസ്റ്റത്തെ ഓപ്ഷൻ നോക്കുമ്പോൾ തന്നെ നമുക്ക് അതല്ല എന്ന് ഉറപ്പിക്കണം. എന്താ കാരണം? വാൾവുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇൻലെറ്റ് വാൾവോ, സെക്ഷൻ വാൾവോ, എക്സോസ്റ്റ് വാൾവോ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു 2 സ്ട്രോക്ക് എഞ്ചിനിൽ ഒരിക്കലും എന്തുണ്ടായിരിക്കൂല, വാൾവ് ഉണ്ടായിരിക്കൂല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. 2 സ്ട്രോക്ക് എഞ്ചിനിൽ എന്തായിരിക്കും ഉണ്ടായിരിക്കുക? പോർട്ടായിരിക്കും ഉണ്ടായിരിക്കുക അല്ലെ. സോ ഓപ്ഷന് സിയും അതൊരിക്കലും എന്ത് ചെയ്യില്ല, കറക്റ്റ് ആവില്ല എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ എന്താ പറയുക, ഓൺലി പോർട്സ് ആർ കവേർഡ് അൺകവേർഡ് ബൈ പിസ്റ്റൺ ടു എഫക്റ്റ് ഓഫ് ചാർജിങ് ആൻഡ് എക്സോസ്റ്റിംഗ് അല്ലേ. അതായത് സിലിണ്ടറിന്റെ അകത്തോട്ട് ചാർജ് കയറുന്നതിന് വേണ്ടിയിട്ടും സിലിണ്ടറിന്റെ അകത്ത് നിന്ന് ചാർജ് പുറത്തോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടും ഈ പോർട്ടുകളാണ് സഹായിക്കുന്നത്. ആ പോർട്ടുകൾ തുറക്കുന്നതും അടക്കുന്നതും തീരുമാനിക്കുന്ന ആരായിരിക്കും? പിസ്റ്റൺ ആയിരിക്കും അല്ലെ. അപ്പൊ പിസ്റ്റന്റെ ഡൗൺവാർഡ് മൂവ്മെന്റ്, അതേപോലെ തന്നെ അപ്വാർഡ് മൂവ്മെന്റ് അല്ലെ. അപ്വാർഡ് മൂവ്മെന്റും ഡൗൺവാർഡ് മൂവ്മെന്റും ആ മൂവ്മെന്റിൽ നിന്നാണ് എന്ത് തീരുമാനിക്കുന്നത്? ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ചാർജ് അതിലോട്ട് ഇൻലെറ്റ് വരുന്നതും അതിൻ്റെ അകത്ത് നിന്നും കമ്പസ്റ്റൻ നടന്നതിന് ശേഷം കത്തിക്കഴിഞ്ഞ പുകയും കാര്യങ്ങളും പുറത്തോട്ട് പോകുന്നതും തീരുമാനിക്കുന്നത് ഏതിലാണ്? ഈ ഒരു പോർട്ടുകളാണ് അല്ലെ. അപ്പൊ ജസ്റ്റ് പോർട്ട് എന്നുള്ള ഒരു വേർഡ് കാണുമ്പോൾ തന്നെ മനസ്സിലാകാൻ 2 സ്ട്രോക്കിൽ നമുക്ക് അവിടെ പോർട്ടാണ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ 2 സ്ട്രോക്കിൽ പോർട്ടായിരിക്കും ഉണ്ടായിരിക്കുക, 4 സ്ട്രോക്കിൽ വാൾവ് ആയിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ള ആ ഒരു കൺസെപ്റ്റിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു കൊടുത്തിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ SI എഞ്ചിൻ ടു ഒബ്റ്റെയിൻ റിക്വയർഡ് ഫയറിംഗ് ഓർഡർ, ഓപ്ഷൻ എ ബാറ്ററീസ് ഇൻസ്റ്റാൾഡ്, ഓപ്ഷൻ ബി ഇഗ്നിഷൻ കോയിൽ ഈസ് ഇൻസ്റ്റാൾഡ്, ഓപ്ഷൻ സി ഡിസ്ട്രിബ്യൂട്ടർ ഈസ് ഇൻസ്റ്റാൾഡ്, ഓപ്ഷൻ ഡി കാർബറേറ്റർ ഈസ് ഇൻസ്റ്റാൾഡ്. അതായത് നമ്മളുടെ ഒരു SI എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. SI എഞ്ചിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പാർക്ക് ഇഗ്നീഷൻ എഞ്ചിൻ അല്ലെ. നമ്മൾ പെട്രോൾ എഞ്ചിൻസിന് നോർമലി പറയുന്ന പേരാണ് സ്പാർക്ക് ഇഗ്നീഷൻ എഞ്ചിൻ അല്ലെങ്കിൽ SI എഞ്ചിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്പാർക്ക് ഇഗ്നീഷൻ എഞ്ചിനിൽ കറക്റ്റ് ആയിട്ടുള്ള ഫയറിംഗ് ഓർഡർ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബാറ്ററി ഉണ്ടായിരിക്കും, ബാറ്ററി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും, ഇഗ്നിഷൻ കോയിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും, ഡിസ്ട്രിബ്യൂട്ടർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും, കാർബറേറ്റർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്കൊരു ഓപ്ഷൻ നോക്കുന്ന സമയത്ത് ഏകദേശം എല്ലാ ഓപ്ഷൻസും നമുക്ക് അതിനോടുള്ള സാമ്യമായിട്ടുള്ളതായിട്ട് തോന്നും. പക്ഷെ നമ്മൾ ഇതിന് പ്രോപ്പർ ആയിട്ടുള്ള ആൻസർ ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഒരു ഫയറിംഗ് ഓർഡർ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്? ഡിസ്ട്രിബ്യൂട്ടർ ആണ് അല്ലേ. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടറിൽ നിന്നുള്ള കേബിൾസ് ആണ് നമ്മൾ ഓരോ എഞ്ചിനിലോട്ടും കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് പോകുന്നത്. സോ ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ, ഡിസ്ട്രിബ്യൂട്ടർ ഈസ് ഇൻസ്റ്റാൾഡ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടർ എന്തിനാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ആൻസറിൽ നിന്ന്. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു ഫയറിംഗ് ഓർഡർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഫയറിംഗ് ഓർഡർ എന്താണ് എന്നുള്ളതും ഓരോ സിലിണ്ടറിന് ഓരോ എഞ്ചിൻ്റെയും ഫയറിംഗ് ഓർഡർ എന്താണെന്നുള്ളത് നമ്മൾ പഠിക്കണം. കാരണം നമ്മളോട് പല എക്സാമുകളിലും ഫയറിംഗ് ഓർഡർ ചോദിച്ചിട്ടുണ്ട്. IT ലെവലൊക്കെ എക്സാമുകളിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഫയറിംഗ് ഓർഡർ എന്ന് പറയുന്നത് അല്ലേ. ഒരു 4 സിലിണ്ടർ ആണെങ്കിൽ 1342 എന്നുള്ള ഫയറിംഗ് ഓർഡർ, അതേപോലെ തന്നെ 153624 അല്ലെ. ഒരു 6 സിലിണ്ടർ എഞ്ചിൻ ആണെന്നുണ്ടെങ്കിൽ അതിലെ ഫയറിംഗ് ഓർഡർ, ഇങ്ങനെയുള്ള ഫയറിംഗ് ഓർഡറുകൾ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, പ്രോപ്പറായി ഈ ഒറ്റ ഫയറിംഗ് ഓർഡർ മാത്രമല്ല കേട്ടോ,
ബുക്കിൽ തന്നെ 2 ഫയറിംഗ് ഓർഡർ പറയുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ക്ലാസ്സിൽ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് അടുത്തെന്ന് പറയുന്നത് 3ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ 4-stroke cycle engine, power is produced in 4-stroke cycle engine, power is produced in every revolution of the crankshaft, each stroke, every alternative revolution of the crankshaft, none of the above. ഒരു 4-stroke എഞ്ചിനിൽ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവരി റവല്യൂഷൻ ഓഫ് ദി ക്രാങ്ക് ഷാഫ്റ്റിന്റെ ഓരോ റൊട്ടേഷനിലും പവർ പ്രൊഡ്യൂസ് ചെയ്യും. അതോടൊപ്പം തന്നെ ഈച്ച് സ്ട്രോക്ക്, ഓരോ സ്ട്രോക്കിലും എന്ത് ചെയ്യും, പവർ പ്രൊഡ്യൂസ് ചെയ്യും. എവരി ആൾട്ടർനേറ്റീവ് റവല്യൂഷൻ ഓഫ് ദി ക്രാങ്ക് ഷാഫ്റ്റിന്റെ ആൾട്ടർനേറ്റീവായ എല്ലാ റവല്യൂഷനിൽ പവർ പ്രൊഡ്യൂസ് ചെയ്യും, നൺ ഓഫ് ദി അബോവ്. അപ്പോൾ നമുക്കറിയാം നമ്മളുടെ ഒരു 4-stroke എഞ്ചിനിലും അതോടൊപ്പം തന്നെ ഒരു 2-stroke എഞ്ചിൻ ആണെങ്കിലും 4-stroke എഞ്ചിൻ ആണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ഒരു 2-stroke എഞ്ചിൻ ആണെന്നുണ്ടെങ്കിലും പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. ക്രാങ്ക് ഷാഫ്റ്റിന്റെ എത്ര റൊട്ടേഷൻ, 2-stroke എഞ്ചിൻ ആണെന്നുണ്ടെങ്കിൽ ക്രാങ്ക് ഷാഫ്റ്റിന്റെ ഒരൊറ്റ റൊട്ടേഷനിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഒരു പവർ സ്ട്രോക്ക് ലഭിക്കും. 4-stroke എഞ്ചിൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രാങ്ക് ഷാഫ്റ്റിന്റെ 2 റൊട്ടേഷൻ കംപ്ലീറ്റ് ആകുമ്പോഴാണ് നമുക്ക് ഒരു പവർ സ്ട്രോക്ക് ലഭിക്കുക. അപ്പോൾ ആൻസർ എന്ത് വരും, ഓപ്ഷൻ സി വരും അല്ലേ. എവരി ആൾട്ടർനേറ്റ് റവല്യൂഷൻ ഓഫ് ദി ക്രാങ്ക് ഷാഫ്റ്റ്, ഒന്നിടവിട്ടിട്ടുള്ള ഓരോന്ന്. അപ്പോൾ ഒരു റൊട്ടേഷൻ കഴിഞ്ഞ് 2ാമത്തെ റൊട്ടേഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്കൊരു പവർ സ്ട്രോക്ക് ലഭിക്കും. അടുത്ത റൊട്ടേഷൻ കഴിഞ്ഞ് അടുത്തൊരു റൊട്ടേഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, റവല്യൂഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് അവിടെ ഒരു പവർ സ്ട്രോക്ക് ലഭിക്കും. അപ്പോൾ സോ ഓപ്ഷൻ സി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഇനി എവരി റവല്യൂഷൻ ഓഫ് ദി ക്രാങ്ക് ഷാഫ്റ്റ് ആൻസർ വരണം എന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യനിൽ എന്ത് ചേഞ്ച് ആണ് ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കൂ. എവരി റവല്യൂഷൻ ഓഫ് ദി ക്രാങ്ക് ഷാഫ്റ്റ്, അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യനിൽ എന്ത് ചേഞ്ച് ഉണ്ടായിരിക്കണം, ഈ 4-stroke എന്നിടത്ത് എന്ത് വരണം അല്ലേ, 2-stroke എന്ന് വരണം. നമ്മൾ ആ ഓപ്ഷനിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുക, ബാക്കിയുള്ള കാര്യങ്ങളും കൂടി എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോകുക കേട്ടോ. ജസ്റ്റ് ആൻസർ മാത്രം നോക്കി പോവാതെ ബാക്കി വരുന്ന കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചിട്ട് പോവുക. അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. 3ാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ദെൻ ഞാൻ 4ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. വിച്ച് ക്രോസ് സെക്ഷൻ ഡു ദി കംപ്രഷൻ റിംഗ്സ് ഹാവ്? ട്രയാങ്കുലർ ക്രോസ് സെക്ഷൻ, റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ, സർക്കുലർ ക്രോസ് സെക്ഷൻ, സ്ക്വയർ ക്രോസ് സെക്ഷൻ. എന്താണ് നമ്മളെ ഒരു കംപ്രഷൻ റിങ്ങുകൾക്ക് ഉണ്ടാവുന്ന ക്രോസ് സെക്ഷൻ എന്താണെന്ന് നമ്മൾ എഞ്ചിന്റെ പിസ്റ്റന്റെ റിങ്സിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് 2 റിങ്ങുകളാണ് പഠിക്കുന്നത് അല്ലേ. 1ാമത്തെ സാധനം എന്ന് പറയുന്നത് കംപ്രഷൻ റിങ്, 2ാമത്തെ നമ്മൾ എന്ത് പഠിക്കുന്നത്, ഓയിൽ റിങ്. ഈ 2 കാര്യങ്ങൾ അറിയാലോ. എത്ര കംപ്രഷൻ റിംഗ് ആണ് ഇപ്പോൾ ഒരു വാഹനത്തിൽ ഉണ്ടായിരിക്കാതും എത്ര ഓയിൽ റിംഗ് ആണ് ഉണ്ടായിരിക്കുക, ടോപ്പ് റിങ് ഏത് വരും, ബോട്ടം റിങ് ഏതായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. സോ ഈ ഒരു കംപ്രഷൻ റിങ്ങിന്റെ ക്രോസ് സെക്ഷൻ, കംപ്രഷൻ റിങ്ങിനെ നമ്മൾ എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ക്രോസ് സെക്ഷൻ എങ്ങനെയായിരിക്കും, ട്രയാങ്കുലർ ആയിരിക്കുമോ, റെക്ടാങ്കുലർ ആയിരിക്കുമോ, സർക്കുലർ ആയിരിക്കുമോ, അതേപോലെ തന്നെ സ്ക്വയർ ആയിരിക്കുമോ എന്നുള്ളതാണ് അടുത്ത ഒരു പാർട്ടായിട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. ഏതായിരിക്കും, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ, ഒരു റെക്ടാങ്കുലർ ആയിട്ടുള്ള ക്രോസ് സെക്ഷൻ ആയിരിക്കും നമുക്ക് എന്തിനുണ്ടായിരിക്കുക, ഈ ഒരു കംപ്രഷൻ റിങ്സിന് ഉണ്ടായിരിക്കുക. റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദെൻ നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെന്റേഴ്സ് ഓഫ് ദി ഫ്രണ്ട് വീൽ ഈസ് കാൾഡ്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെന്റേഴ്സ് ഓഫ് ദി ഫ്രണ്ട് വീൽ ഈസ് കാൾഡ്. വീൽ ബേസ്, ആക്സിൽ വിഡ്ത്ത്, ടേണിംഗ് സർക്കിൾ, ട്രാക്ക്. എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെന്റേഴ്സ് ഓഫ് ദി ഫ്രണ്ട് വീല്, ഒരു വാഹനത്തിന്റെ ഫ്രണ്ട് വീലുകളുടെ, ഇതിപ്പോ ഒരു ഫ്രണ്ട് ഞാൻ നോക്കുന്ന സമയത്ത് 2 വീലുണ്ട്, ലെഫ്റ്റ് സൈഡിലെ വീലും റൈറ്റ് സൈഡിലും. ഈ ഫ്രണ്ട് വീലുകളുടെ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസിനെ അല്ലെ, ഫ്രണ്ട് വീലുകളുടെ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസിന് പറയുന്ന പേര് എന്തായിരിക്കും? വീൽ ബേസ് ആണോ, ആക്സിൽ വിഡ്ത്ത് ആണോ, ടേണിംഗ് സർക്കിൾ ആണോ, വീൽ ട്രാക്ക് ആണോ? ഓപ്ഷൻ ഡി, വീൽ ട്രാക്ക് ആണ് നമുക്ക് ആൻസർ വരുന്നത്. ഇത് നമ്മുടെ വാഹനവുമായി ബന്ധപ്പെട്ടുള്ള മെഷർമെന്റ്സിൽ അല്ലെ, മെഷർമെന്റ്സുമായി ബന്ധപ്പെട്ടുള്ള വരുന്ന കാര്യങ്ങളാണ്. ഇനി ഇത് സെന്റേഴ്സ് ഓഫ് ദി ഫ്രണ്ട് വീലിന് പകരം ഫ്രണ്ട് വീലും റിയർ വീലും എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതായിരിക്കും? അതായത് ഫ്രണ്ടിലെ വീലും അതോടൊപ്പം തന്നെ റിയറിലെ വീലിന്റെയും സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസിന് നമ്മൾ പറയുന്ന പേര് അതായിരിക്കും നമുക്ക് ഇവിടെ എന്ത് വരുന്നത്, വീൽ ബേസ് ആയിട്ട് വരിക. വീൽ ബേസ് ആയിരിക്കും അപ്പോൾ ആൻസർ ആയിട്ട് വരിക. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, വീൽ ട്രാക്ക് ആണ് നമുക്ക് വരുന്നത്. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ് നമ്മൾ. The venturi in the carburetor causes increase of air velocity, increase of manifold vacuum, decrease of air velocity, increase of fuel flow. എന്താണ് വെച്ചിട്ടുള്ളത്? നമ്മുടെ കാർബറേറ്ററിലെ വെഞ്ചുറി എന്താണ്? കാർബറേറ്ററിലെ വെഞ്ചുറി നമ്മളൊരു സിമ്പിൾ കാർബറേറ്റർ വരക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സിമ്പിൾ കാർബറേറ്ററിൽ എങ്ങനെ അല്ലേ, ഇങ്ങനെ ജസ്റ്റ് സമയത്ത് നമ്മൾ ഇങ്ങനെ സിമ്പിൾ കാർബറേറ്റർ വരക്കാറുണ്ട്. ഇവിടെ ഫ്ലോട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സിമ്പിൾ കാർബറേറ്റർ വരക്കാറുണ്ട്.
ഈ വെഞ്ചുറി ഭാഗത്തിനാണ് നമ്മൾ വെഞ്ചുറി എന്ന് പറയുന്നത്, അറിയാലോ. അപ്പൊ ഈ വെഞ്ചുറി കാർബറേറ്ററിൽ എന്താണ് ക്രിയേറ്റ് ആവുന്നത്? അതായത് ഇൻക്രീസ് ഓഫ് എയർ വെലോസിറ്റി ആണോ, ഇൻക്രീസ് ഓഫ് മാനിഫോൾഡ് വാക്വം ആണോ, ഡിക്രീസ് ഓഫ് എയർ വെലോസിറ്റി ആണോ, ഡിക്രീസ് ഓഫ് ഫ്യൂൽ ഫ്ലോ ആണോ? ഓപ്ഷൻ എ അല്ലെ, ഇൻക്രീസ് ഓഫ് എയർ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും. ഇവിടുന്ന് ഓൾറെഡി ഇവിടുന്ന് എന്ത് ചെയ്യും, എയർ താഴോട്ട് ഇങ്ങനെ വരും. നമ്മൾ ജെറ്റ് വഴി ഇവിടുന്ന് ഇതിൽ ഫ്യൂൽ ഉണ്ടായിരിക്കും. ഈ ഫ്യൂൽ ഇങ്ങോട്ട് വന്നിട്ട് മിക്സ് ചെയ്തിട്ടാണ് എയർ ഫ്യൂൽ മിക്സ്ചർ താഴോട്ട് പോകുന്നത്. ക്ലിയർ ആണല്ലോ. സോ ആൻസർ ആണ് ഇൻക്രീസ് ഓഫ് എയർ വെലോസിറ്റി. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ദ ടർബോ ചാർജർ യൂസസ് ഡാഷ് എനർജി ഓഫ് എക്സോസ്റ്റ് ഗ്യാസ്, എഞ്ചിൻ എനർജി ഫ്രം എ റേഡിയേറ്റർ, എനർജി ഫ്രം എ ഫ്ലൈ വീൽ. ടർബോ ചാർജർ ഏത് എനർജിയാണ് യൂസ് ചെയ്യുന്നത്? ടർബോ ചാർജർ പഠിക്കുന്ന സമയത്ത് നോർമലി നമ്മൾ അടുത്ത രണ്ടാമതൊരു വേറെ കാര്യങ്ങളും പഠിക്കാണ്ട് എന്തായിരിക്കും, ടർബോ ചാർജറിന്റെ കൂടെ തന്നെ നമ്മൾ പഠിക്കേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് സൂപ്പർ ചാർജർ അല്ലെ. സൂപ്പർ ചാർജർ. അപ്പൊ സൂപ്പർ ചാർജറും ടർബോ ചാർജറും എന്ത് എനർജി ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ആരെ എനർജി ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ടർബോ ചാർജർ ഉപയോഗിക്കുന്ന ആരെ എനർജിയാണ്? എനർജി ഓഫ് എക്സോസ്റ്റ് ഗ്യാസിന്റെ അവിടെ നമ്മൾ ടർബൈന് കൊടുത്തിട്ട് അത് കറങ്ങുന്ന ആ എനർജിയാണ് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? ഈ ടർബോ ചാർജർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അല്ലാതെ നമ്മൾ എക്സ്ട്രാ എഞ്ചിന്റെ ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്നോ കാര്യങ്ങളിൽ നിന്നോ പവറോ കാര്യങ്ങളോ എടുക്കുന്നില്ല. സോ അതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത്. 7th ക്വസ്റ്റ്യന്റെ ആൻസർ എ ആയിരിക്കും. ക്ലിയർ ആണല്ലോ. ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. 8ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. തെർമോസ്റ്റാറ്റ് വാൾവ് ഇൻ ദ കൂളിംഗ് സിസ്റ്റം കൺട്രോൾസ്. ഓപ്ഷൻ എ ദ ഫ്ലോ ഓഫ് വാട്ടർ, ദ ടെമ്പറേച്ചർ ഓഫ് ദ വാട്ടർ. ഓപ്ഷൻ എ ആൻഡ് ബി നൺ ഓഫ് ദി അബോവ്. തെർമോസ്റ്റാറ്റ് ഇൻ ദ കൂളിംഗ് സിസ്റ്റം കൺട്രോൾസ്. കൂളിംഗ് സിസ്റ്റത്തിൽ എവിടെ തെർമോസ്റ്റാറ്റ് ഉണ്ടാകുക? നമ്മളെ എഞ്ചിനിൽ നിന്ന് റേഡിയേറ്ററിന്റെ ഇൻലെറ്റ് പൈപ്പിലോട്ട് പോകുന്ന സ്ഥലത്ത് അല്ലേ. അപ്പൊ ഇത് ജസ്റ്റ് ഞാൻ ഇവിടെ ഒരു എഞ്ചിനാക്കി വരക്കുകയാണ്. ഒരു ലൈൻ ഫിഗർ മാത്രമേ വരക്കുന്നുള്ളൂ, ഡീറ്റെയിൽ ആയിട്ട് വരക്കുന്നില്ല. എഞ്ചിനിൽ നിന്ന് ഇങ്ങനെ റേഡിയേറ്ററിന്റെ ഇൻലെറ്റിലോട്ട്, ഇവിടെ നമ്മൾ ജസ്റ്റ് റേഡിയേറ്റർ ഉണ്ട്, ഈ റേഡിയേറ്ററിന്റെ അപ്പർ ടാങ്ക് ഉണ്ട്, ഇവിടെ നമുക്ക് കോർ ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ഇവിടെ ലോവർ ടാങ്ക് ഉണ്ട്. ഇതിനെ ഞാൻ അപ്പർ ടാങ്ക് അല്ലെ, അപ്പർ ടാങ്ക്, ഇത് ലോവർ ടാങ്ക്. ഇതിൽ നിന്ന് എഞ്ചിനിലോട്ട് കണക്ഷൻ ഉണ്ടായിരിക്കും. സോ ഇവിടെയാണ് നമുക്ക് എന്തില്ല തെർമോസ്റ്റാറ്റ് വാൾവ് നമ്മൾ നോർമലി കൊടുക്കാറുള്ളത്. എഞ്ചിനിൽ നിന്നുള്ള നിശ്ചിത ടെമ്പറേച്ചർ എത്തുന്ന സമയത്ത് ആ വാട്ടറിന്റെ ഫ്ലോനെ ഇങ്ങോട്ട് റേഡിയേറ്ററിന്റെ അപ്പർ ടാങ്കിലോട്ട് ഇതാക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, ടെമ്പറേച്ചർ. അപ്പോൾ തെർമോസ്റ്റാറ്റ് ഇൻ ദ കൂളിംഗ് സിസ്റ്റം കൺട്രോൾസ്. കൂളിംഗ് സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നത് ഫ്ലോ ഓഫ് വാട്ടർ, വെള്ളത്തിന്റെ ഫ്ലോനെ കൺട്രോൾ ചെയ്യുന്നു. ടെമ്പറേച്ചർ ഓഫ് ദ വാട്ടറിന്റെ ടെമ്പറേച്ചറിനെ കൺട്രോൾ ചെയ്യുന്നു. വാട്ടർ എന്ന് പറയുന്നത് കൂളന്റ് ആട്ടോ ഉദ്ദേശിക്കുന്നത്. കൂളന്റ് എന്നാണ് നോർമലി നമ്മൾ പറയാറില്ല. ബോത്ത് എ ആൻഡ് ബി. ഏതായിരിക്കും ആൻസർ വരിക? ബോത്ത് എ ആൻഡ് ബി അല്ലേ. അപ്പൊ ഇവിടുന്നുള്ള ഇതിനുള്ളിലെ ടെമ്പറേച്ചറിനെ തെർമോസ്റ്റാറ്റ് വാൾവാണ് കൺട്രോൾ ചെയ്യുന്നത്, വെള്ളത്തിന്റെ ഫ്ലോനെ തെർമോസ്റ്റാറ്റ് വാൾവ് തന്നെയാണ് കൺട്രോൾ ചെയ്യുന്നത്. സോ ബോത്ത് എ ആൻഡ് ബി. ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് ഇത് ആൻസർ ചെയ്യുക. നമുക്ക് നോക്കുന്ന സമയത്ത് ഒരെണ്ണ ശരിയെന്ന് തോന്നും, പക്ഷേ ശരിക്കും വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും രണ്ടും ശരിയാണ് എന്നുള്ളത് അറിയാൻ പറ്റും. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നതാണ് ഓപ്ഷൻ സി ആണ്, ബോത്ത് എ ആൻഡ് ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ 9ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ദ ഫോളോയിങ് സിസ്റ്റം ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ഈസ് ക്യാരിയഡ് ഇൻ സെപ്പറേറ്റ് ടാങ്ക്സ് ഫ്രം വേർ ഇറ്റ് ഈസ് ഫെഡ് ടു ദി എൻജിൻ. എന്താണ് വെച്ചാൽ ഏത് ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിലാണ് ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു ടാങ്കിൽ ക്യാരി ചെയ്യുന്നത്? സെപ്പറേറ്റ് ആയിട്ട് ഒരു ടാങ്കിൽ ക്യാരി ചെയ്യുന്നത് ഏത് ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിലാണ്? വെറ്റ് സമ്പ് ലൂബ്രിക്കേഷൻ സിസ്റ്റം, മിസ്റ്റ് ലൂബ്രിക്കേഷൻ സിസ്റ്റം, സ്പ്ലാഷ് ലൂബ്രിക്കേഷൻ സിസ്റ്റം, ഡ്രൈ സമ്പ് ലൂബ്രിക്കേഷൻ സിസ്റ്റം. ഏത് ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിലാണ് വരുന്നത്? ഓപ്ഷൻ ഡി ഡ്രൈ സമ്പ് ലൂബ്രിക്കേഷൻ സിസ്റ്റം അല്ലെ. എങ്ങനെ ഡ്രൈ സമ്പ് ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിൽ വരിക? ഡ്രൈ സമ്പിൽ നമ്മൾ എഞ്ചിന്റെ ഓൾറെഡി ഉള്ള സമ്പ് ഉണ്ടായിരിക്കും, അതിന് പുറമെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്ട്രാ ഒരു സമ്പിലോട്ട് ഒരു പമ്പ് എക്സ്ട്രാ കൊടുത്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, പമ്പ് ചെയ്തിട്ട് ഇതിലോട്ട് ഒഴിക്കുന്നുണ്ടാവും അല്ലെ. നോർമലി ഉള്ള മെയിൻ പമ്പ് ഇവിടെ ഉണ്ടാവും, ഞാൻ ഇതിന് മെയിൻ പമ്പ് എന്ന് ചെയ്തു. ഈ ഒരു പമ്പിനെ നമ്മൾ പറയുന്ന പേരാണ് സ്കാവെഞ്ചിങ് പമ്പ് അല്ലെ. ഈ ഒരു പമ്പിനെ പറയുന്ന പേരാണ് സ്കാവെഞ്ചിങ് പമ്പ്. അതായത് നമ്മളുടെ എഞ്ചിന്റെ ഓയിൽ സമ്പിൽ നിന്നും എക്സ്ട്രാ ഒരു സമ്പ് കൊടുത്തിട്ട് അതിലോട്ട് വെക്കുന്നത്, അതായത് സെപ്പറേറ്റ്ലി ഒരു ടാങ്കിലോട്ട് ഓയിലിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇതിൽ എല്ലാ സമയത്തും എപ്പോഴും എന്തുണ്ടായിരിക്കും, ഓയിൽ ഉണ്ടായിരിക്കും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ഒരു സിസ്റ്റത്തിനെ നമ്മൾ ഡ്രൈ സമ്പ് ലൂബ്രിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് അല്ലെ. ആ സ്കാവെഞ്ചിങ് പമ്പിന്റെ കാര്യം കൂടി ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ അതാണ് നമ്മളുടെ 9ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത്. ദെൻ 10ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. വിച്ച് ടെക്നോളജി ചേഞ്ചസ് ദ ടൈമിംഗ് ഓഫ് ഇൻടേക്ക് ഓർ എക്സോസ്റ്റ് വാൾവ്സ് വെൻ ദ എഞ്ചിൻ ഈസ് റണ്ണിങ്?
എഞ്ചിന് റൺ ആവുന്ന സമയത്ത് ഏത് ടെക്നോളജിയാണ് ഇൻലെറ്റും എക്സോസ്റ്റും വാൾവിൻ്റെ ടൈമിങ്ങിനെ ചേഞ്ച് ചെയ്യുന്ന ടെക്നോളജി? അതിന് പറയുന്ന പേര് DOHC, CRDI, VVT, അതേപോലെ തന്നെ TDI. ഏതാണ്? DOHC ഡബിൾ ഓവർ ഹെഡ് ക്യാം, അതേപോലെ തന്നെ കോമൺ റെയിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ. VVT എന്ന് പറയുമ്പോൾ വേരിയബിൾ വാൾവ് ടൈമിംഗ് അല്ലേ? അപ്പോൾ ആൻസർ C ആണ് കറക്റ്റ് ആയിട്ട് വരിക കേട്ടോ. ആൻസർ C ആണ്. ഇതിന്റെ പേരാണ് വേരിയബിൾ. നമുക്ക് ചില വാഹനങ്ങളുടെ ബാഡ്ജിങ്ങിൽ ലെഫ്റ്റ് സൈഡിൽ അല്ലെ ഫെൻഡറിന്റെ അവിടെ ഒക്കെ കാണാൻ പറ്റും VVT എന്ന് കൊടുത്തിട്ടുണ്ടാവും, വേരിയബിൾ വാൾവ് ടൈമിംഗ്. നമ്മൾ എഞ്ചിനിലെ ലോഡും എഞ്ചിന്റെ സ്പീഡും കാര്യങ്ങളൊക്കെ സെൻസ് ചെയ്തിട്ട് നമുക്ക് എന്ത് വരികയാണ്, എഞ്ചിന്റെ ലോഡും സ്പീഡൊക്കെ സെൻസ് ചെയ്ത് എത്ര വാൾവ് അഡ്വാൻസ് ചെയ്യണോ റിട്ടാർഡ് ചെയ്യണോ, വാൾവിന്റെ ടൈമിംഗ് അല്ലെ, വാൾവിന്റെ ഓപ്പണും ക്ലോസും അത് അഡ്വാൻസ് ചെയ്യണോ റിട്ടാർഡ് ചെയ്യണോ എന്നൊക്കെ തീരുമാനിക്കുന്നതാണ് VVT എന്ന് പറയുന്നത്, വേരിയബിൾ വാൾവ് ടൈമിംഗ് എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ മാരുതികളുടെ സുസുക്കിൻ്റെ വാഹനങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് കാറുകൾക്കൊക്കെ ഈ ടെക്നോളജി കാണാൻ പറ്റും. സൈഡിൽ ഓൾറെഡി VVT എന്ന് പറഞ്ഞുള്ള ബാഡ്ജിങ്ങും അവർ കൊടുത്തിട്ടുണ്ടായിരിക്കും. സോ ഈ ഒരു ഫസ്റ്റത്തെ 10 ക്വസ്റ്റ്യൻസ് നമ്മൾ എവിടെ നിന്നാണ് എടുത്തത്? എഞ്ചിന് കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസിന്റെ ഭാഗത്തു നിന്നും കൂളിംഗ് സിസ്റ്റം ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിൽ നിന്നാണ്. കഴിഞ്ഞ തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ കാണുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഈസി ആയിട്ട് തോന്നുന്നുണ്ട്. അത് നമ്മളുടെ ഈ ഒരു ഓട്ടോമൊബൈൽ എഞ്ചിനുമായി ബന്ധപ്പെട്ട് അറിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊരു ഈസി തന്നെ ആയിരിക്കും. പക്ഷെ ഇങ്ങനെയുള്ള ചെറിയ ടോപ്പിക്സും ചെറിയ ചെറിയ പോയിന്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഡീപ്പായിട്ട് തന്നെ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇത് ലൂബ്രിക്കേഷൻ സിസ്റ്റം എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, കൂളിംഗ് സിസ്റ്റം എന്ന് ചോദിച്ചിട്ടുണ്ട്, ഫ്യൂൽ സിസ്റ്റത്തിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ എഞ്ചിന്റെ പാർട്സിൽ നിന്നും ചോദിച്ചിട്ടുണ്ട്, എഞ്ചിന്റെ വർക്കിംഗ് കൺസെപ്റ്റിൽ നിന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം എല്ലാ ഭാഗത്തുനിന്നും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻ ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. സോ ഇതാണ് നമുക്ക് ഫസ്റ്റത്തെ ഒരു 10 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്, ഓട്ടോമൊബൈൽ പാർട്ടിൽ നിന്നുള്ള ഫസ്റ്റത്തെ 10 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഇതിന്റെ ബാക്കിയുള്ള ഒരു 10 ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് AMVAക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള പുതിയ ബാച്ച് CCയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാച്ചിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇതേപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടും ഷെയർ ചെയ്ത് എത്തിക്കുക. ഇതേപോലുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.